എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് 7 റേസ് ടു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 49 റേസ് ടു 2x മൈനസ് 3? ഇതിലൊന്നുമില്ല. 49 എന്ന് പറഞ്ഞാൽ നമുക്ക് 7 സ്ക്വയർ ആണെന്ന് അറിയാം അല്ലേ? അപ്പൊ ഇതിനെ എന്താ എഴുതാം? 7 സ്ക്വയറിന്റെ അവിടെ എന്താ ഇൻറ്റു 2x മൈനസ് 3. അതെന്തുകൊണ്ടാണ് അങ്ങനെ എഴുതണേ? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണെന്ന് നമുക്കറിയണം. പിന്നെന്താണ് എ റേസ് ടു, ഇത് ഞാൻ എങ്ങനെയാണ് എഴുതിയത്? അതായത് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം എൻ എന്നുള്ളതും നമുക്കറിയണം. എങ്കിലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 49നെ ഞാൻ എന്താ എഴുതി? 7 സ്ക്വയർ എന്ന് എഴുതി. അപ്പൊ 7 സ്ക്വയർ ഇൻറ്റു 2x മൈനസ് 3 ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ എഴുതി. അപ്പൊ എന്താണ് 2 ഇൻറ്റു, അപ്പൊ 7 റേസ് ടു എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? 7 റേസ് ടു 2 ഇൻറ്റു 2x മൈനസ് 3ക്ക് തുല്യമാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം അല്ലെ? എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് ഇതാണെന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താണ്? എക്സ് പ്ലസ് 2 ഈക്വൽ ടു 2 ഇൻറ്റു 2x മൈനസ് 3. അപ്പൊ എങ്ങനെയാണ് ഇനി ഇവിടെ എന്താ വരിക? 4x മൈനസ് 6 എന്ന് വരും അല്ലെ? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാലോ? 4x മൈനസ് എക്സ് 3x ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പ്ലസ് 6 ആവും. അപ്പൊ 8. അപ്പൊ എക്സ് എന്താണ്? 8/3 ആണ്. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇഫ് ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 8 ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് 15, വാട്ട് ഈസ് ദ സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ്? അതായത് എക്സും വൈയും ആണ് നമ്മുടെ നമ്പേഴ്സ് എന്ന് വിചാരിച്ചാൽ എക്സ് പ്ലസ് വൈ അവർ തന്നിട്ടുണ്ട് അല്ലെ? 8 എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ്? പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. എക്സ് വൈ എന്ന് പറയുന്നത് 15 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? റെസിപ്രോക്കൽ സമ്മ് അല്ലെ? റെസിപ്രോക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യുൽക്രമം 1/xഉം 1/yയും അതിന്റെ സമ്മ്, ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇതിന്റെ LCM എന്ത് വരും? എക്സ് വൈ എന്ന് വരും. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെയും y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് വരും? y പ്ലസ് എക്സ് ബൈ എക്സ് വൈ എന്ന് പറയും. അപ്പൊ y പ്ലസ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്? അതന്നെ എക്സ് പ്ലസ് വൈ അല്ലെ? അതെന്താന്ന് തന്നിട്ടുണ്ട്? 8 എന്ന് തന്നിട്ടുണ്ട്. എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട് 15. അപ്പൊ 8/15 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ റേഷ്യോ ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് 5:6 ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് 480, then the greatest number is? അതായത് അവര് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ? 5:6 ആണെന്ന്. അപ്പൊ നമ്മള് ഒന്ന് 5x ഒന്ന് 6x ആണെന്ന് വിചാരിക്കാം. ഇനി ഇതിന്റെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് തന്നിരിക്കണേ. അതെത്രയാണ്? 480 ആണ്. അപ്പൊ നമുക്ക് എന്ത് കാണാം? എക്സ് സ്ക്വയർ കാണാം ഇതിന്ന് അല്ലെ? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. അതെങ്ങനെയാ കാണാം? 480 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 6. അതെത്രയാണ്? 6 8 ആണ് 48. അപ്പൊ 80 ഇവിടെ വരും. ഇനി ഇവിടെ ഓരഞ്ച് 5, 6 5 30, 16. എക്സ് സ്ക്വയർ 16 ആണ് വെച്ചെങ്കിൽ എക്സ് എന്ത് വരും? അതിന്റെ റൂട്ട് അല്ലെ? 16ന്റെ റൂട്ട് എത്രയാണ്? 4. അതായത് 4 ഇൻറ്റു 4 ആണ് 16. അതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് 4 ആയി. അപ്പോ ഇനി എന്താ കാണേണ്ടത്? ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ്. അതായത് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള അനുപാതം ഏതാണ്? 6x ആണ് അല്ലെ? 6x എന്താണെന്നാണ് ഇനി കാണേണ്ടത്. അപ്പൊ 6x എത്രയാണ്? 6 ഇൻറ്റു 4. അത് എത്രയാണ്? 24. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സം ഓഫ് 4 consecutive odd numbers is 976, then the smallest odd number among 4 is? ഞാൻ വെട്ടിക്കളയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരെണ്ണം എക്സ് ആണെന്ന് വിചാരിക്കുമ്പോൾ അതിന്റെ -2 ഉള്ളത് ഒരെണ്ണം ഉണ്ട് എന്ന് വിചാരിച്ചു. x -2 1, പിന്നെ എക്സ്, പിന്നെ x + 2 അല്ലെ? പിന്നെ x + 4.
ഇങ്ങനെ 3 ഓഡ് നമ്പേഴ്സ്. ഇപ്പൊ നോക്കൂ, 1 ഇവിടെ. അപ്പൊ ഇവിടെ ഒരു 3 ആണെന്ന് എന്താ ചെയ്യും? 3 - 2 1 അല്ലെ? ഇവിടെ 3 + 2 5. ഇവിടെ 3 + 4 7. ഇത് ഒറ്റ സംഖ്യകളാണ് അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെയാണ് എടുത്തത്. ഇതാണ് ഒറ്റ സംഖ്യകൾ എന്ന് എടുത്തു. ഇനി 4 എണ്ണാണ് എടുത്തത്. അവരുടെ എന്താണ് സമ്മ്, അതായത് ഇതെല്ലാം കൂടി കൂട്ടിയാ നമുക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 976 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ കൂട്ടുമ്പോ ഈ -2 ഈ +2 ക്യാൻസൽ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ ഇനി എത്ര എക്സുകളുണ്ട്? 4 എക്സുകളുണ്ട്. 4x + 4 എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയണത്? 976 എന്ന് പറയണത്. ഇതിനെ 4 പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? 4 × x + 1 = 976 എന്ന് വരും. അപ്പൊ x + 1 എന്ത് വരും? 976 / 4. അത് എത്രയാ? 4 8, 17 4 16, പിന്നെ 16 4 4 16. അപ്പൊ x എന്ത് വരും? 244 - 1. അത് എത്രയാണ്? 243. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. ഒരു കാര്യം കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ആൻസർ കറക്റ്റ് അല്ല. കാരണം എന്താണ്? അവര് പറഞ്ഞിരിക്കുന്നത് സ്മോളസ്റ്റ് ഓഡ് നമ്പർ എമംഗ് 4 എന്നാണ്. അപ്പൊ സ്മോളസ്റ്റ് ഓഡ് നമ്പർ പറയണത് x അല്ല. നമ്മൾ ഏതാ എടുത്തത്? x - 2 ആണ് ഏറ്റവും ചെറുതായിട്ട് എടുത്തത്. അപ്പൊ x - 2 എന്താണെന്നാണ് അവര് ചോദിക്കുന്നത്. അപ്പൊ ഏറ്റവും ചെറുത് x - 2 ആയിട്ടാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് 243 - 2 ചെയ്യണം. അതായത് 241 എന്നുള്ളതാണ് ആൻസർ. നമ്മൾ വേഗം ഇത് ചെയ്ത് കഴിഞ്ഞ് x = 243 ഇതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഏത് നോക്കിയില്ല? സ്മോളസ്റ്റ് ഓഡ് നമ്പർ എമംഗ് 4 എന്നുള്ള ആ ഒരു വാക്ക് നമ്മൾ വിട്ടുപോയി. അതുകൊണ്ടാണ് 243 ആണ് എന്ന് പറഞ്ഞത്. പക്ഷെ അതല്ല, അത് തെറ്റാണ്. ഇത് റോങ് ആൻസർ ആണ്. 241 ആവണത് എങ്ങനെയാണ്? അതായത് നമ്മൾ ഏറ്റവും ചെറുത് എടുത്തത് x - 2 ആണ്. അപ്പൊ x - 2 = 243 - 2 എന്ന് ചെയ്യണം. അപ്പൊ 241 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് A and B together can complete a work in 12 days, A and C together in 8 days, B and C together in 6 days, then B alone can done the work in. അതായത് A + B എത്ര ഡേയ്സിൽ ചെയ്യും? 12 ഡേയ്സിൽ. A + C എത്ര ഡേയ്സിൽ ചെയ്യും? 8 ഡേയ്സിൽ. ഇനി B + C ആവുമ്പോഴോ അത് 6 ഡേയ്സ് ആണ്. അപ്പൊ നമുക്ക് ഡേയ്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇതിന്റെ LCM കാണാം. 12 8 6. ഇതിന്റെ LCM എങ്ങനെ കാണാം? 12 കാണാം, 8 6 അല്ലെ? 2 പോവും. അപ്പൊ 6 2 12, 4 2 8, 3 2 6. ഇനിയും 2 പോവും. 3 2 6, ഈ 2 4, ഇത് 3 എന്ന് തന്നെ ഇടുക. ഇനി 3 പ്രാവശ്യം പോവും. 1, ഇവിടെ 2 തന്നെ ഇടുക, ഇവിടെ 1. അപ്പൊ ഇതിന്റെ LCM എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ഗുണിക്കണതാണ്. ഈ 2 4, 4 3 12, 12 24. 24 ഡേയ്സ് എന്നുള്ളതാണ് ഏത്? ഡേയ്സ് വരണത് 24 ആണ്. ഇനി ഇതിന്റെ എഫിഷ്യൻസി കാണാൻ എന്താ ചെയ്യുക? ഈ 24 / 12 എത്രയാണ്? അതായത് 12നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 24 ആവുക? 2. അതാണ് ഇതിന്റെ എഫിഷ്യൻസി. A + Bയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 ആണ്. ഇനി A + Cയുടെ എത്രയാണ്? 8 × 3 ആണ് 24. 6 × 4 ആണ് 24. അപ്പൊ എഫിഷ്യൻസികൾ നമ്മൾ കണ്ടു 2 3 4 ആണെന്ന്. ഇനി ടോട്ടൽ എഫിഷ്യൻസി കാണാൻ എന്താ ചെയ്യുക? ഇതെല്ലാം കൂടി കൂട്ടിയാ എന്ത് വരും? 2A + 2B + 2C എന്ന് പറയുന്ന എഫിഷ്യൻസി എത്രയാണ് വരിക? 2 + 3 5, 5 4 9 എന്ന് വരും. അപ്പൊ ഇനി 2 പുറത്തേക്ക് എടുത്താൽ എന്താവും? A + B + C എന്ന് പറയണത് 2 പുറത്തേക്ക് എടുത്തു. അതിനെ അങ്ങോട്ട് കൊണ്ടുപോയിപ്പോ എന്താവും? A + B + Cയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 9/2 ആവും.
ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ബിയുടെ മാത്രം എഫിഷ്യൻസി കാണണം. അപ്പൊ എന്താ ചെയ്യാ? ഇതിന്ന് എ പ്ലസ് സി മൈനസ് ചെയ്താൽ മതി അല്ലെ. എ പ്ലസ് സി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 9/2 3 മൈനസ് ചെയ്താൽ ബിയുടെ മാത്രമുള്ള എഫിഷ്യൻസി കിട്ടും. അതെത്രയാണ്? അതായത് 9 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 3 3/2 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? എത്ര ഡേയ്സ് ബി അലോൺ ക്യാൻ ഡൺ ദ വർക്ക് ഇൻ എത്ര ഡേയ്സിലാണെന്ന് കാണണം. അതായത് 24 ഡേയ്സ് ആണ് ആകെ ഉള്ളത്. ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 3/2 ആണ്. അപ്പൊ 24നെ 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതെങ്ങനെയാ ചെയ്യാ? ഈ 2 മുകളിലേക്ക് പോവും അല്ലെ. 24 × 2/3 എന്ന് വരും. അതായത് 3 24 2 16 16 ദിവസം കൊണ്ടാണ് ബി മാത്രം അത് ചെയ്ത് തീർക്കുക. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? 5 6 14 45. ഇത് നോക്കൂ. 5 × 1 + 1 ആണ് 6. 6 × 2 + 2 ആണ് 14. 14 × 3 + 3 ആണ് 45. അപ്പൊ 45 ഇനി എന്താ വരിക? 4 + 4 അതെത്രയാ? 4 5 20 2 4 16 2 18 180 + 4 അതെത്രയാണ്? 184. അപ്പോൾ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. PQ is the diameter of a circle with center O. Draw tangent at P. Mark a point R on the circle and produce QR to meet the tangent at P at S. If cone PSQ equal to 48 degree, then cone PQR equal to. അതായത് ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ സെന്റർ O അല്ലെ. ഡയാമീറ്റർ തന്നിട്ടുണ്ട്. ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ സെന്റർ കൂടെ പോണ ലൈൻ അല്ലെ. അതാണ് ഡയാമീറ്റർ. അത് എത്രയാണെന്ന് ഡയാമീറ്റർ എന്ന് പറയുന്നത് പിയും ക്യൂവും ആണ് അല്ലെ. പി ക്യൂ ആണ്. ഇനി പിന് ടാൻജന്റ് ഡ്രോ എ ടാൻജന്റ് അറ്റ് പി. ടാൻജന്റ് എങ്ങനെ വരയ്ക്കുക? ഇങ്ങനെ വരയ്ക്കണം അല്ലെ. ടാൻജന്റ് നേരിട്ടുള്ള ലൈൻ വരയ്ക്കണം. ഇനി എന്താ പറയണത്? സർക്കിളിൽ ഒരു 6 അടയാളപ്പെടുത്തുക. 6 അടയാളപ്പെടുത്തി. ഇനി എന്താ പറയണത്? 6 എന്താണ്? QR യോജിപ്പിച്ചു. ഇനി ഇതിനെ ഇങ്ങോട്ട് പി എന്ന ടാൻജന്റിൽ മുട്ടണ വിധത്തിൽ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരയ്ക്കുക. അത് ഏതാണ്? എസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കണേ? കോൺ പി എസ് ക്യൂ എന്ന് പറയുന്നത് ഈ കോൺ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 48 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? PQR ഈ കോണാണ് നമുക്ക് കാണേണ്ടത്. ഇത് നോക്കൂ. ഇവിടെ ഇങ്ങനെ വരയ്ക്കുമ്പോ ഇതൊരു മട്ടത്രികോണായി വരില്ലേ? നോക്കൂ. ഇതൊരു മട്ടത്രികോണാണ്. ഇവിടെ 90 ഡിഗ്രി ആണ് അല്ലെ. 90 ഡിഗ്രി ആണ്. ഇത് 48 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് 3 കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഏതില്? ത്രികോണത്തില്. അപ്പൊ 180ന്ന് ഏതൊക്കെ മൈനസ് ചെയ്താൽ മതി? 90ഉം 48ഉം മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ കോണ് കിട്ടും. അതെത്രയാണ് വരിക? 90ഉം 48ഉം കൂടി കൂട്ടിയാൽ എത്ര വരും? 138 അല്ലെ. 138. 180 മൈനസ് ചെയ്താൽ 138ഉം 2ഉം ആണ് 140. പിന്നെ ഒരു 40ഉം കൂടി. അപ്പൊ 42 ഡിഗ്രി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a certain code language, discipline is written as CHRBHOKHMD. How is education written in that code? D എന്ന് പറയുന്നത് അതിന് മുന്നിലുള്ളതാണ് C. ഐന് മുന്നിലാണ് H. എസിന് മുന്നിലാണ് R. ഇതിലെല്ലാം നോക്കിയാൽ കാണാം ഇതിന്റെ മുന്നത്തെ ലെറ്റർ ആണ് എഴുതണത്.
അപ്പൊ ഇക്ക് മുന്നേ എന്താ വരിക? ഡി അല്ലെ? ഡിക്ക് മുന്നെയോ സി, യുവിന് മുന്നെയോ ടി അല്ലെ? പിന്നെ എന്താണ്? സിക്ക് മുന്നെയോ ബി അല്ലെ? ഇനി എന്താണ്? ഇതുവരെ ഇതിലും ഒരേ ലെറ്റേഴ്സ് ആണ്. അപ്പൊ പിന്നെ ഇത് ഏതാണെന്ന് നോക്കാൻ പറ്റില്ല. അപ്പൊ ഇനി എയുടെ മുന്നേ ഉള്ളത് ഏതാണ്? സെഡ്. അപ്പൊ സെഡ് എന്നുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏബൽ ഹാസ് എ ബ്രദർ ടോം. ഏബൽ ഈസ് ദ സൺ ഓഫ് ഡെന്നിസ്. ഡാനി ഈസ് ഡെന്നിസ് ഫാദർ. ഇൻ ടേംസ് ഓഫ് റിലേഷൻഷിപ്പ്, വാട്ട് ഈസ് ടോം ഓഫ് ഡാനി? അതായത് ഏബലും ടോമും ബ്രദറാണ് അല്ലെ? ഏബൽ ഹാസ് എ ബ്രദർ ഓഫ് ടോം. ടോമിന്റെ ബ്രദറാണ് ഏബല്. ഇനി എന്താണ്? ഏബൽ ഈസ് ദ സൺ ഓഫ് ഡെന്നിസ്. ഡെന്നിസിന്റെ സണ്ണാണ് ആരെന്ന് പറയുന്നത്? ഏബൽ എന്ന് പറഞ്ഞു. ഇനി എന്താണ്? ഡാനി ഡെന്നിസിന്റെ ഫാദർ ആണ്. ഡെന്നിസിന്റെ ഫാദർ ഡാനി. അപ്പൊ ഇവിടെയാണ് ഡാനി കിടക്കണത്. ഡാനിയുടെ മകനാണ് ഡെന്നിസ്. ഡെന്നിസിന്റെ മകനാണ് ആരെ? ഏബല്. ഏബലിന്റെ ബ്രദറാണ്. ഏബലും ടോമും ബ്രദേഴ്സ് ആണ് അല്ലെ? ഇനി എന്താണ്? ടോം ഡാനിയും തമ്മിലുള്ള ബന്ധം, അതായത് ടോമിന്റെ അച്ഛൻ തന്നെയാണ് ഏബലിന്റെ അച്ഛനും അല്ലെ? അച്ഛന്റെ അച്ഛൻ. അപ്പൊ എന്താണ് വരിക? ഇത് ഗ്രാൻഡ് സൺ എന്നുള്ളതാണ് വരിക. പേരക്കുട്ടി എന്നുള്ളത് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളത്തിലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മാത്രം നമ്മൾ പറഞ്ഞ് പോണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് ആംഗിൾ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ആർ ഇൻക്ലൈൻഡ് അറ്റ് 50 minutes past 4? 50 minutes past 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4:50 ആണ് അല്ലെ? 50 minutes past എന്ന് പറഞ്ഞാൽ 4:50 ആണ്. അപ്പൊ 4:50 എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചിങ്ങ ഒരു സൂചി 4-ൽ കഴിഞ്ഞിട്ടാണ് വരിക. മറ്റേ സൂചി ഏതിൽ വരും? 10 എന്ന് എഴുതിയ ഇതിൽ വരും. അപ്പൊ 4-നും 10-നും ഇടയില് എത്ര സംഖ്യകൾ ഉണ്ട്? എത്ര ഇടകളുണ്ട്? 6 ഇടകൾ വരും അല്ലെ? ഈ ഓരോ ഇടയ്ക്കും 30 ഡിഗ്രി വീതമാണ് വരിക. അപ്പൊ 6 30 ഡിഗ്രി 180 ഡിഗ്രി വരും. ഇനി 4-ന്ന് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ടാവുക അല്ലെ? അപ്പൊ 4 തൊട്ട് നമ്മൾ നോക്കുമ്പോ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിണ്ടാവും ഈ അവർ ഹാൻഡ്. അത് എത്ര നീങ്ങും? അതായത് ഈ മിനിറ്റിന്റെ പകുതിയാണ് ഓരോ മിനിറ്റിലും നീങ്ങുക. അപ്പൊ 50 മിനിറ്റ് ഉണ്ട് വെച്ചെങ്കിൽ എത്ര ഡിഗ്രി നീങ്ങും? 25 ഡിഗ്രി നീങ്ങും. അപ്പൊ ഈ 180, അതായത് ഇവിടെ ചെറിയ സംഖ്യയും ഇവിടെ വലിയ സംഖ്യ ആവുമ്പോ നമ്മൾ ഇത് മൈനസ് ചെയ്യണം. അപ്പൊ 180 ഡിഗ്രി മൈനസ് 25 ഡിഗ്രി, അത് എത്രയാണ് വരിക? 155. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കണു. വേഗം ചെയ്യാനുള്ള വഴിയാണ് ഇത്. അതായത് എത്ര ഇടകൾ ഉണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കുക. ഓരോ ഇടയ്ക്കും 30 ഡിഗ്രി വീതം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ കിട്ടണ ഡിഗ്രിന്ന് നമ്മൾ പിന്നെ കുറച്ച് നീങ്ങിണ്ടാവും. 4 കഴിഞ്ഞിട്ട് 50 മിനിറ്റും കൂടി കഴിയണ്ടേ? അപ്പൊ അവർ ഹാൻഡ് കുറച്ചും കൂടി നീങ്ങിണ്ടാവില്ലേ? ആ അവർ ഹാൻഡ് നീങ്ങണത് കാണാനാണ് 50 മിനിറ്റിന് എത്ര ഡിഗ്രി ചെയ്യും? 50 ഡിവൈഡഡ് ബൈ 2 ഡിഗ്രി. അപ്പോ 25 ഡിഗ്രി. ആ 25 ഡിഗ്രി ഇതൊന്ന് മൈനസ് ചെയ്താൽ നമുക്ക് കോണളവ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ 6th day of a month is 2 days earlier than Thursday, what day will it be on the 18th day of the month? 6th day എന്താന്ന് പറഞ്ഞു? 2 days earlier than Thursday. തേഴ്സ്ഡേക്ക് ഒരു ദിവസം മുന്നേ എന്ന് പറഞ്ഞാൽ എന്ത് വരും? വെനസ്ഡേ വരും അല്ലെ? വെനസ്ഡേ. അതിനും മുന്നേ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ട്യൂസ്ഡേ എന്ന് വരും അല്ലെ? ട്യൂസ്ഡേ എന്ന് വരും. അപ്പൊ 6th ട്യൂസ്ഡേ ആണ് എന്ന് വന്നു അല്ലെ? ട്യൂസ്ഡേ ആണ്. ഇനി അടുത്ത ട്യൂസ്ഡേ ഏത് വരും? 13th അല്ലെ?
7 കൂട്ടിയാലാണ് വരിക. അപ്പോൾ 13th ആണ് വരിക. പിന്നെ 7 കൂട്ടിയാൽ 20. 20യും ട്യൂസ്ഡേ ആണ് വരിക. അപ്പൊ 20യുടെ 2 ദിവസം മുന്നെയാണ് 18 എന്ന് പറയുന്നത്. ട്യൂസ്ഡേയുടെ മുന്നേ എന്ത് വരും? മൺഡേ വരും. അതിനു മുന്നേ എന്ത് വരും? സൺഡേ വരും. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ദ ഫോളോയിങ് ഫിഗർ? നമുക്ക് നോക്കാം. ഇതില് എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്നാണ് നമുക്ക് നോക്കണ്ടേ. ഇവിടെ 1 അല്ലെ, ഇത് മാത്രം 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, എല്ലാം കൂടിയായ 6. ഇത്രയും നമുക്കറിയാം. ഇനി അടുത്തത് ഞാൻ പറയണത് നോക്കിയോളൂ. ഇവിടെ ഒരെണ്ണം ഉണ്ട് അല്ലേ, അപ്പൊ 7 ആയി. ഇനി എന്താ വേണ്ടേ? ഇവിടെ 1 ഉണ്ട് അല്ലേ, അപ്പൊ 8 ആയി. ഇനി ഇവിടെ 1 ഉണ്ട്, അപ്പൊ 9 ആയി അല്ലേ, 9 ആയി. ഇനി എന്താ വേണ്ടേ? ഇനി ഇതെല്ലാം കൂടിയ 1 ഉണ്ടോ? ഉണ്ട്, അപ്പൊ 10 ആയി അല്ലേ. ഇനി ഏതാ ഉള്ളത് നോക്കൂ, 10 ആയി. ഇനി ഇവിടെ ഒരെണ്ണം ഉണ്ട്, 11. കണ്ടോ, 11. ഇനി ഇവിടെയും കൂടി ഒരെണ്ണം ഉണ്ട് നോക്കൂ. ഇത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്. അല്ല, അത് എടുത്തു കഴിഞ്ഞതാണ് അല്ലേ. ഒന്നും കൂടി നമുക്ക് നോക്കാം. നമുക്കൊന്നും കൂടി വരച്ച് നോക്കാം. ഇവിടെ 1, 2, 3, 4, 5, ഇതും ഫുള്ള് 6. അത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് 2 എണ്ണം ഉള്ളത് നോക്കാം. അപ്പോ ഇത് 2ഉം കൂടിയ ഇവിടെ 7 ആവും അല്ലേ. ഇനി ഇത് 2ഉം കൂടിയ 8 ആവും അല്ലേ, ഇവിടെ 8 ആവും. ഇനി എന്താണ്? ഇവിടെ 9 ആവും അല്ലേ, ഇത് 2ഉം കൂടിയ 9 ആവും. 2 എണ്ണം ഉള്ളതാണ് ഞാൻ നോക്കണേ. അപ്പൊ ഇനി ഇത് 2ഉം കൂടിയ ഏതാവും? 10 ആവും. അപ്പൊ 2 എണ്ണം ഉള്ളതും കഴിഞ്ഞു. ഇനി 3 എണ്ണം ഉള്ളത് നോക്കാം. 3 എണ്ണം ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളില് 3 എണ്ണം അടങ്ങണത് ഇവിടെ 1 ഉണ്ട് അല്ലേ, അപ്പൊ 11 ആയി. ഇനി ഇവിടെ 1 ഉണ്ട്, അപ്പൊ 12 ആയി. 12 എന്നുള്ളതാണ് ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 3 എണ്ണം ഉള്ളത് എവിടെയൊക്കെ വരിക? ഇവിടെ 1 വരും, മനസ്സിലായോ? ഇനി ഇവിടെ 1 വരും. അപ്പൊ 12 എണ്ണമാണ് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദീപക് walks 1 kilometer towards east, then turns to south. അപ്പൊ നമ്മള് ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ എന്തായാലും ആദ്യം തന്നെ ഒരു ഇങ്ങനെ ഒന്ന് വരച്ചു വെക്കാം. എന്താണ്? ഇവിടുന്നാണ് തുടങ്ങണേന്ന് വിചാരിക്കാം. ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. അങ്ങനെ ആക്കി വെച്ചു. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കണേ? 1 kilometer ടുവേർഡ്സ് ഈസ്റ്റ്. അതായത് ഇവിടുന്ന് 1 kilometer പോയി. ഇവിടെ 1 ആണ് കേട്ടോ. 1 kilometer പോയി. ഇനി എന്താണ്? ഹി ടേൺസ് ടു സൗത്ത്. സോറി, ഇത് വരച്ചത് ഇതിന്റെ മുകളിലായ കാരണം നമുക്ക് കാണാണ്ട് വരും. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇവിടെ വരയ്ക്കാം. ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത് അല്ലേ. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇവിടെ 1 kilometer സഞ്ചരിച്ചു ഈസ്റ്റിലേക്ക്. ഇനി എന്താണ് പറയണേ? ഹി ടേൺസ് സൗത്ത്, അതായത് ഇങ്ങോട്ട് 5 kilometer സഞ്ചരിച്ചു.
Again he turns to east and walks 2 kilometer. അതായത് ഇങ്ങോട്ട് സഞ്ചരിച്ചു 2 kilometer. ഇനി എന്താ പറഞ്ഞേക്കണേ? ആഫ്റ്റർ ദിസ് ഹി ടേൺസ് ടു നോർത്ത് ആൻഡ് walks 9 kilometer. അതായത് ഇങ്ങനെ 9 kilometer ആണ് സഞ്ചരിച്ചത്. അതായത് 5 വരെ, ഇവിടെ 5 ആണ്, അപ്പൊ ഇവിടെ 4ഉം കൂടി ഉണ്ട്, അതാണ് 9. അപ്പൊ ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. നൗ ഹൗ ഫാർ ഈസ് ഹി ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇതിന്ന് ഇതിലേക്കുള്ള ദൂരം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ദൂരാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് നോക്കൂ, ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു മട്ടത്രികോണാണ് അല്ലെ? മട്ടത്രികോണത്തിന്റെ കർണാണ് നമുക്ക് കണ്ടത്. കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ? അപ്പൊ ഇവിടെ 1ഉം 5ഉം 1ഉം 2ഉം അല്ലെ? ഇവിടെ 2ആയ കാരണം ഇവിടെയും 2ആവും. അപ്പൊ ഇവിടെ 2ഉം ഇവിടെ 1ഉം ആണ്. അപ്പൊ 3ആണ് ഈ സൈഡ് അല്ലെ? എല്ലാം കൂടി ഇവിടെ 4ഉം ആണ് അല്ലെ? 3, 4ഉം സൈഡുകളാണ്. അപ്പൊ 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, രണ്ടും കൂടി കൂട്ടിയ 25. അതിന്റെ റൂട്ടാണ് ഇവിടെയുള്ളത്. അപ്പൊ റൂട്ട് 25 എന്ന് പറയുന്നത് എത്രയാണ്? 5. അപ്പൊ 5 കിലോമീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ ക്ലാസ് ഓഫ് ഗേൾസ് സ്റ്റാൻഡ്സ് ഇൻ എ സിംഗിൾ ലൈൻ. വൺ ഗേൾ ഈസ് 17th in order from both the ends. How many girls are there in the class? അതായത് മുന്നിന്നും 17th, പിന്നിൽ നിന്ന് നോക്കിയാലും 17th. ആ ഒരാളെ മാത്രമാണ് പറയണേ, പിന്നിൽ നിന്നും മുന്നിൽ നിന്നും. അപ്പൊ എന്താണ്, നമ്മൾ ആ ക്യൂല് എത്ര ആളുണ്ടെന്ന് നോക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടി കൂട്ടുക, അതിന്ന് 1 മൈനസ് ചെയ്യണം. കാരണം 2 പ്രാവശ്യം അയാളെ കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരെണ്ണം മൈനസ് ചെയ്യണം. അപ്പൊ എന്താണ്, 34ന്ന് 1 കുറച്ചാ 33 ഗേൾസ് ആണ് ആ ക്യൂല് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ജംഗിൾ സൂ ആണ്. സി എന്താ പറയാ? ജംഗിളില് കാട്ടിലുള്ള മൃഗങ്ങളെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് സൂ. സീയിലുള്ള മത്സ്യങ്ങളെ സൂക്ഷിക്കുക ഇതില് അക്വേറിയത്തിലാണ് അല്ലെ? അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 5, 10, 26, 50 ഡാഷ് 170. ഇത് നോക്കാം. ഇവിടെ 2ന്റെ സ്ക്വയർ പ്ലസ് 1ആണ്. ഇത് 3ന്റെ സ്ക്വയർ പ്ലസ് 1ആണ്. ഇവിടെ 5ന്റെ സ്ക്വയർ പ്ലസ് 1ആണ്. ഇവിടെയോ 7ന്റെ സ്ക്വയർ പ്ലസ് 1ആണ്. 2, 3, 5, 7 എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ അടുത്ത പ്രൈം എന്താ വരിക? 11 ആണ്. 11ന്റെ സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ് വരിക? 122. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 237 ഡിവൈഡഡ് ബൈ ഏതാന്ന് തന്നിട്ടില്ല, അപ്പൊ എക്സ് എന്ന് വിചാരിക്കുക. അതെന്ന് പറയുന്നത് 237 0 ആയാൽ എക്സ് എന്താന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് വരും? എക്സ് എന്ന് പറയുന്നത് 237 ഡിവൈഡഡ് ബൈ 237 0 എന്ന് വരും. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോയാ ഇവിടെ 100 മാത്രം വരും അല്ലെ? 1/100. അതായത് 1/100 എങ്ങനെയാണ് കാണുക? അതായത് എത്ര 0 ഉണ്ടോ അത്ര സ്ഥാനം പോയിന്റ് കഴിഞ്ഞിട്ട് വേണം. അപ്പൊ 1 എന്നുള്ളതിന് എത്ര സ്ഥാനം ഉണ്ട്? പോയിന്റ് കഴിഞ്ഞാൽ 2 സ്ഥാനം വേണം. 2 0 ആണ് ഉള്ളത്. അപ്പൊ 0.01 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following numbers is divisible by 9? 9 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടി എളുപ്പ വഴി എന്താണ്? ഈ ഡിജിറ്റ്സിനെ നമ്മൾ കൂട്ടി നോക്കുക. അത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് വെച്ചെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് ഡിവിസിബിൾ ആവും. അതായത് 4, 1, 5, 7, 5, 12, 5, 17. 17 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 3, 4, 7, 7, 7, 14, 1, 15 ആണോ? അല്ല. 5, 4, 9, 9, 1, 10, 10, 8, 18.
ഇതാണ് അല്ലേ? ബാക്കി നോക്കൂ, 7 4 11 9 20 5 25 അല്ല. അപ്പൊ ഏതാണ് ശരി? സി എന്നുള്ളതാണ് ശരി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസിനായി കാത്തിരിക്കുക. ബെൽ ഐക്കൺ നിങ്ങൾ അമർത്തി വെക്കാൻ മറക്കരുത്. എപ്പോഴാണോ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.